ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് വാർഡ്രോബ് മേക്ക് ഓവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോക്സ് എടുക്കാം. ഞാനൊരു പാമ്പേഴ്സിൻ്റെ ഒരു ബോക്സ് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളത് കിട്ടിയപ്പം അതെടുത്ത് വെച്ചതാണ്. അപ്പം അതിൻ്റെ താഴത്തെയും മുകളിലത്തെയും ഈ പോർഷൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ഡ്രസ് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നതാണ് വാർഡ്രോബ് മേക്ക് ഓവർ ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്തതാണിത്. നമ്മൾ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനൊരു ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പേപ്പർ വെച്ച് കവർ ചെയ്യാം. ഞാനിപ്പം പഴയ ഒരു പാൻറ്റ് വൈറ്റ് കളർ ഉള്ളതുകൊണ്ട് ജസ്റ്റ് അത് വെച്ചിട്ടൊന്ന് എല്ലാ സൈഡും കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ പാർട്ട് വെച്ചിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഷെൽഫിൻ്റെ ഉള്ളിലായിട്ട് ഈ താഴത്തെ ഭാഗത്ത് ഒരു വൈറ്റ് ഷീറ്റ് താഴെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രോയറാണ്. നമ്മൾ ബോക്സിൻ്റെ മെഷർമെൻറ്റിനേക്കാൾ 2-3 സെൻറ്റിമീറ്റർ കുറവ് എടുത്താൽ മതി അളവ്. കാരണം നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പം അധികം ടൈറ്റ് ഫീൽ ചെയ്യണ്ടല്ലോ. സെയിം മെഷർമെൻറ്റ് എടുത്താൽ ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് തുറക്കാനും പൂട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഞാൻ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഒന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബോക്സിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം. ഇനി ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ താഴത്തെ പോർഷന് ജസ്റ്റ് ഒരു നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കവറില്ല, അപ്പോൾ അതിൻ്റെ ഉൾഭാഗം വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് വെച്ചിട്ടൊന്ന് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊരു പാറ്റേൺ ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ആ ഭാഗം ഒന്ന് കാണാനെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 സൈഡിലുള്ള പോർഷന് ഞാൻ ഈ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ടിലുള്ള പോർഷനും സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ കവർ ചെയ്തെടുത്തു. ഇനി ബാക്കിലുള്ള പോർഷൻ ഞാൻ ജസ്റ്റ് വൈറ്റ് പേപ്പർ കൊണ്ട് തന്നെ കവർ ചെയ്തിട്ട് ഇതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഡ്രോയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഹാങ്ങിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹാങ്ങിങ്ങിന് ഞാൻ ഈ ബട്ടർ പേപ്പർ ഫോയിൽ പേപ്പറൊക്കെ തീർന്നാൽ കിട്ടുന്ന റോളില്ലേ, അതെടുത്ത് വെച്ചതാണ്. ജസ്റ്റ് അതിനൊന്ന് ഈ വൈറ്റ് കളർ കൊണ്ടിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ബെൽറ്റാണ്. നമുക്ക് റിബൺ വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ കവർ ചെയ്തെടുക്കാം. ഇനി ഉള്ളിലെല്ലാം ഞാൻ വൈറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ള സൈഡൊക്കെ ഞാൻ ഈ വൈറ്റ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചതിനും പിന്നെ അത് തീർന്നു പോയതുകൊണ്ട് ബാക്കിയുള്ള സൈഡ് വീണ്ടും ഞാൻ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഫ്രണ്ട് ഡോറിന് നമ്മളൊരു പാറ്റേൺ ഷീറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മേലയിൽ 3 സ്ട്രിപ്സ് പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം അത് ഫുള്ള് തികഞ്ഞില്ല. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് ഇതുപോലത്തെ സ്ട്രിപ്സ് ബാലൻസ് വന്ന പേപ്പേഴ്സ് വെച്ചിട്ട് സ്ട്രിപ്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡോറ് വരുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പാർട്ടീഷൻസും അതുപോലെ ഡോയറും ഹാങ്ങിങ് ഒക്കെ കൊടുക്കാം. ഫസ്റ്റ് ഹാങ്ങിങ് ആദ്യം ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാർട്ടീഷൻ, ഞാനൊരു വൈറ്റ് പാർട്ടീഷനാണ് കൊടുക്കുന്നത്. ഒരു കാർഡ്ബോർഡ് സെയിം അളവിലെടുത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ട് ഉള്ളിലേക്ക് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഡ്രോയർ വെച്ച് കൊടുക്കുകയാണ്. ഡ്രോയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ പാർട്ടീഷൻ വെക്കാം. ആദ്യം ഡ്രോയർ വെച്ചിട്ട് അതിനൊരു ഹാൻഡിൽ കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ബോട്ടിലിൻ്റെ ലിഡ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഡ്രോയറിൻ്റെ മുകളിലൊരു പാർട്ടീഷൻ കൊടുക്കുകയാണ്. അത് ഞാൻ പാറ്റേൺ ഷീറ്റ് വെച്ചിട്ടാണ് പേസ്റ്റ് ചെയ്തത്. കാർഡ്ബോർഡിന് സെയിം അളവ് തന്നെയാണ് ഷെൽഫിൻ്റെ. കാരണം നല്ല ടൈറ്റായിട്ട് അതൊക്കെ നിൽക്കും. ഡ്രോയറാണ് കുറച്ച് ലൂസാക്കി എടുക്കേണ്ടത്, കാരണം നമുക്കത് തുറക്കുകയും പൂട്ടുകയൊക്കെ ചെയ്യേണ്ടതുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് ആക്സസറീസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും മാത്രം ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.